ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന ഒരു 10-15 സെൻറ്റൻസുകളാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതേ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ദെൻ നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്: അയാൾ എൻ്റെ അച്ഛനുമായിട്ട് നല്ല കൂട്ടാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? നമ്മളെല്ലാവരും പറയുന്നൊരു സെൻറ്റൻസ് ആയിരിക്കും ഇതിലെ. അയാൾ എൻ്റെ അച്ഛനുമായിട്ട് നല്ല ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അയാൾ എൻ്റെ ബ്രദറുമായിട്ട് നല്ല ഫ്രണ്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന സെൻറ്റൻസുകളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം: ഹി ഈസ് വെരി ക്ലോസ് ടു മൈ ഫാദർ. ഹി ഈസ് വെരി ക്ലോസ് ടു മൈ ഫാദർ എന്ന് പറയാം അല്ലേ. വെരി ക്ലോസ് എന്ന് പറയാം അല്ലേ. ഹി ഈസ് വെരി ക്ലോസ് ടു മൈ ഫാദർ പഠിച്ചല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താണ് കുറേ സെൻറ്റൻസുകൾ പറയാം അല്ലേ. എൻ്റെ സഹോദരനുമായിട്ട് അവൻ നല്ല കൂട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയായിട്ട് അവൾ നല്ല കൂട്ടാണ്, അവൾ നല്ല സൗഹൃദത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതേപോലെ പറയാം കേട്ടോ. രണ്ടാമത്തെ സെൻറ്റൻസ്: അയാൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ്. ഈ ഒരു പ്രയോഗം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അയാൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ്. ചുരുക്കി പറഞ്ഞാൽ അയാൾ ഒരു പിശുക്കനാണ് എന്നാണ് അർത്ഥം അല്ലേ. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഹി ഈസ് വെരി ക്ലോസ് വിത്ത് ഹിസ് മണി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഹി ഈസ് വെരി ക്ലോസ് വിത്ത് ഹിസ് മണി അല്ലേ. അപ്പോൾ അയാൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ് എന്നൊന്നും പറയാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടതില്ല. സിമ്പിളായിട്ട് നമുക്ക് പറയാം: ഹി ഈസ് വെരി ക്ലോസ് വിത്ത് ഹിസ് മണി. അയാൾ അയാളുടെ പണവുമായിട്ട് അത്രയ്ക്കും ക്ലോസ് ആണ്. എന്ന് വെച്ചാൽ അയാളൊരു പിശുക്കനാണ്. ഈ പണം കഴിഞ്ഞിട്ട് അയാൾക്ക് വേറെ ഒന്നുമില്ല എന്നാണ് അർത്ഥം കേട്ടോ. നെക്സ്റ്റ്: ഞങ്ങളുടെ ടി വിയിൽ BBC കിട്ടുന്നില്ല. ഇത് നമ്മൾ പറയാറില്ലേ. ഞങ്ങളുടെ ടി വിയിൽ ഏഷ്യാനെറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ടി വിയിൽ എന്താണ് സൂര്യ TV കിട്ടുന്നില്ല, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. ഇതെങ്ങനെ നമുക്ക് പറയാം? വി കാൺ ഗെറ്റ് BBC ഓൺ അവർ TV. വി കാൺ ഗെറ്റ് BBC ഓൺ അവർ TV. ഓൺ അവർ TV കേട്ടോ. അപ്പോൾ ചാനൽ ഏതായിക്കോട്ടെ, നമുക്ക് എന്താണ് ഈ BBC എന്നുള്ളടത്ത് ചാനലിൻ്റെ പേര് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ ടി വിയിൽ ഏത് ചാനലാണ് കിട്ടുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഈ BBCക്ക് പകരം നിങ്ങൾ ആ ചാനൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്: അവൾ ഭിക്ഷ തെണ്ടിയാണ് കുട്ടികളെ പോറ്റുന്നത്. അവൾ ഭിക്ഷ തെണ്ടിയാണ് അവളുടെ കുട്ടികളെ പോറ്റുന്നത്. ഇതെങ്ങനെ നമുക്ക് പറയാം? നമുക്കറിയാം അല്ലേ, ഭിക്ഷ എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷ് അറിയാം, യാചിക്കുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷ് അറിയാം. ഇതൊക്കെ എങ്ങനെ നമുക്ക് പറയാം? ഓക്കെ, അപ്പം ഷീ ബാഗ്സ് ആംസ് ടു ഫീഡ് ഹർ ചിൽഡ്രൻ. ഷീ ബാഗ്സ് ആംസ് ടു ഫീഡ് ഹർ ചിൽഡ്രൻ എന്ന് പറയാം കേട്ടോ. ഷീ ബാഗ്സ് ആംസ് ടു ഫീഡ് ഹർ ചിൽഡ്രൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്: അവൾ ഒത്തിരി കഴിവുള്ളവളായിരുന്നു. ഇതെങ്ങനെ പറയാം? അവൾ ഒത്തിരി എന്താണ് ഒരുപാട് കഴിവുള്ളവളായിരുന്നു. ഷി വാസ് എ വുമൺ ഓഫ് പാർട്സ്. ഷി വാസ് എ വുമൺ ഓഫ് പാർട്സ്. ഷി വാസ് എ വുമൺ ഓഫ് പാർട്സ് എന്ന് പറയാം കേട്ടോ. അപ്പം ഇനി അവൻ ഒരുപാട് കഴിവുള്ളവനായിരുന്നു എന്ന് എങ്ങനെ പറയാം? ഹി വാസ് എ മാൻ ഓഫ് പാർട്സ്. ഹി വാസ് എ മാൻ ഓഫ് പാർട്സ്. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണേ. നെക്സ്റ്റ്: അമ്മ എപ്പോഴും അവളുടെ ഭാഗത്താണ്. ഇതെങ്ങനെ പറയാം? അമ്മ എപ്പോഴും അവളുടെ ഭാഗത്താണ്. ഹർ മദർ ഓൾവേസ് ടേക്സ് ഹർ പാർട്ട്. എങ്ങനെ പറഞ്ഞത്? ഹർ മദർ ഓൾവേസ് ടേക്സ് ഹർ പാർട്ട്. ഇത് നമുക്ക് കുറേ രീതിയിൽ പറയാം അല്ലേ. എന്താണ്, അച്ഛൻ എപ്പോഴും അമ്മേൻ്റെ ഭാഗത്താണെന്ന് പറയാം നമുക്ക്. അമ്മ എപ്പോഴും എൻ്റെ ഭാഗത്താണെന്ന് പറയാം. അല്ലെങ്കിൽ എൻ്റെ സഹോദരി എപ്പോഴും എന്താണ് അനിയൻ്റെ ഭാഗത്താണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേ ഫോമിൽ പറയാവുന്നതല്ലേ. ഓക്കെ, നെക്സ്റ്റ്: 10ാമത്തെ വയസ്സിൽ അവൻ വീട് വിട്ടിറങ്ങിയതാണ്. 10ാമത്തെ വയസ്സിൽ അവൻ വീട് വിട്ടിറങ്ങിയതാണെന്ന് എങ്ങനെ പറയാമെന്ന് ആലോചിച്ച് നോക്കിയേ. ഹീ റാൻ അവേ ഫ്രം ഹോം അറ്റ് ഏജ് ഓഫ് 10. ഹീ റാൻ അവേ ഫ്രം ഹോം അറ്റ് ഏജ് ഓഫ് 10. ക്ലിയർ? നെക്സ്റ്റ്: ഞാൻ ഇവിടെ വന്ന് പെട്ടതിൽ വളരെയധികം ഖേദിക്കുന്നു, അല്ലെങ്കിൽ സങ്കടപ്പെടുന്നു. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഞാൻ ഇവിടെ വന്ന് പെട്ടതിൽ എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ അധികം ദുഃഖിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയാം?
ഐ റിയലി റിഗ്രറ്റ് കമ്മിങ് ഹിയർ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഐ റിയലി റിഗ്രറ്റ് കമ്മിങ് ഹിയർ. ഓക്കെ, ഐ റിയലി റിഗ്രറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഖേദിക്കുന്നു, പശ്ചാത്തപിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പം ഐ റിയലി റിഗ്രറ്റ് കമ്മിങ് ഹിയർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, നിനക്ക് അങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടോ അല്ലെങ്കിൽ പശ്ചാത്താപം തോന്നുന്നുണ്ടോ? എങ്ങനെ പറയാം? ടു റിഗ്രറ്റ് സേയിങ് ഇറ്റ്. ടു യു റിഗ്രറ്റ് സേയിങ് ഇറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ആ വെള്ളയിൽ ചുവന്ന പുള്ളിയുള്ള ആ ഷർട്ടിന് എത്ര വിലയാണ്? എന്ത് വിലയാണ്? മനസ്സിലായോ? വെള്ളയിൽ ചുമന്ന പുള്ളിയുള്ള ആ ഷർട്ടിന് എന്ത് വിലയാണ്? ആ ഷർട്ടിന് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ആ സാരിക്ക് എത്ര വിലയാണ്, ആ ചുരിദാറിന് എത്ര വിലയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാറില്ലേ? ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നമുക്കറിയണ്ടേ? അറിയണം. എങ്ങനെ പറയാം? ഹൗ മച്ച് ഈസ് ദാറ്റ് വൈറ്റ് ഷർട്ട്? ഹൗ മച്ച് ഈസ് ദാറ്റ് വൈറ്റ് ഷർട്ട്? ആ വൈറ്റ് ഷർട്ടിന് എത്ര രൂപയാണ്? പക്ഷേ വെറും വൈറ്റ് ഷർട്ടാണോ? അല്ല. എന്താണ്? വൈറ്റ് റെഡ് സ്പോട്ട് അല്ലേ? റെഡ് സ്പോട്ട് ഉണ്ടല്ലേ, അതിൽ ചുമന്ന പുള്ളികളുണ്ട് അല്ലേ? അപ്പം ഹൗ മച്ച് ഈസ് ദാറ്റ് വൈറ്റ് ഷർട്ട് വിത്ത് റെഡ് സ്പോട്ട്സ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഞാൻ പറഞ്ഞത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു, പക്ഷെ അത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറയാം. ഐ ബിലീവ് വാട്ട് ഐ സെഡ് വാസ് ഫയർ. ഐ ബിലീവ് വാട്ട് ഐ സെഡ് വാസ് ഫയർ. ക്ലിയർ? നെക്സ്റ്റ്, അവൾക്ക് ആണുങ്ങളുടെ സ്വഭാവമാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇതിനൊരു വേർഡ് ഉണ്ട് കേട്ടോ. ആണുങ്ങളുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ ആണുങ്ങളുടെ ശരീരപ്രകൃതിയാണ് അവൾക്ക് എന്നൊക്കെ പറയാനായിട്ട് ഒരു വേർഡ് ഉണ്ട്. എന്താണ്? ബൂച്ച് എന്നാട്ടോ. BUTCH. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയാം. ഷീസ് എ ബൂച്ച്. ഷീസ് എ ബൂച്ച്. അവൾക്ക് ആണുങ്ങളുടെ ശരീരപ്രകൃതിയാണെന്നോ അല്ലെങ്കിൽ ആണുങ്ങളുടെ പെരുമാറ്റമാണെന്നോ അല്ലെങ്കിൽ ആണുങ്ങളുടെ സ്വഭാവമാണെന്നോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബൂച്ച്. ഓക്കെ, അപ്പോൾ ഷീസ് എ ബൂച്ച്. പഠിച്ചില്ലേ? നെക്സ്റ്റ്, നിൻ്റെ മുഖം മുഴുവനായിട്ടും എന്താണ്? കരിയാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? യുവർ ഫേസ് ഈസ് ഫുൾ ഓഫ് സൂട്ട് കേട്ടോ. സൂട്ട് എന്ന് വെച്ചാൽ കരിയാണ് കേട്ടോ. അപ്പോൾ യുവർ ഫേസ് ഈസ് ഫുൾ ഓഫ് സൂട്ട്. ഓക്കെ. നെക്സ്റ്റ്, എന്നെ കാത്ത് ഉറക്കം അഴിച്ചിരിക്കേണ്ട. ഇതെങ്ങനെ പറയാം? എന്നെ കാത്ത് ഉറക്കം അഴിച്ചിരിക്കേണ്ട. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഡോണ്ട് വെയിറ്റ് അപ്പ് ഫോർ മീ. വെയിറ്റ് അപ്പ്. വെയിറ്റ് അപ്പ് ആണെന്ന് ഉണർന്നിരിക്കുക എന്നുള്ളതിന് കേട്ടോ. അപ്പ് അല്ലേ? ഓക്കെ, അപ്പം ഡോണ്ട് വെയിറ്റ് അപ്പ് ഫോർ മീ. അപ്പം എങ്ങനെയാണ് പറയുക? ഡോണ്ട് വെയിറ്റ് അപ്പ് ഫോർ മീ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ലാസ്റ്റ് സെൻറ്റൻസ് ആട്ടോ. ഒരു നീണ്ട കാത്തിരിപ്പിന് ഞാൻ തയ്യാറല്ല. ഒരു നീണ്ട കാത്തിരിപ്പിന് ഞാൻ തയ്യാറല്ല. ഇതെങ്ങനെ പറയാം നമുക്ക്? ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ എ ലോങ് വെയിറ്റ്. സെൻറ്റൻസ് മനസ്സിലായല്ലോ? ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ എ ലോങ് വെയിറ്റ്. ഒരു ലോങ് വെയിറ്റിന്, ഒരു നീണ്ട കാത്തിരിപ്പിന് ഞാൻ പ്രിപ്പയർഡ് അല്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ എ ലോങ് വെയിറ്റ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം. ഐ എം നോട്ട് റെഡി ഫോർ എ ലോങ് വെയിറ്റ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതിയല്ലേ? അപ്പോൾ നമ്മളൊരു 15 കൂടുതൽ സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഈ ഇന്ന് പഠിച്ച ഈ 10-15 സെൻറ്റൻസുകൾ നിങ്ങൾ ഒന്ന് ഗ്രാസ്പ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഇത് മറന്നുമില്ല. നിങ്ങൾക്ക് സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് തന്നെ അറിയിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ. ബൈ.